Hello everyone, welcome back. നമ്മൾ മാത്തമാറ്റിക്കൽ ഫിസിക്സ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ മൊഡ്യൂൾ 4 ആയിട്ടുള്ള ലീനിയർ ആൾജിബ്ര ആൻഡ് മെട്രിസസ് അല്ലേ. നമ്മൾ മെട്രിസസ് സെക്ഷനിൽ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഐഗൻ വാല്യൂസിനെ കുറിച്ചാണ്. ഐഗൻ വാല്യൂസ് ആൻഡ് ഐഗൻ വെക്ടേഴ്സ് അല്ലേ. സോ നമ്മൾ ആദ്യം ഐഗൻ വാല്യൂസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും, അതിനുശേഷം നമ്മൾ ഐഗൻ വെക്ടേഴ്സിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാൻ ഐഗൻ വാല്യൂസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസാണ്. ഈ പ്രോപ്പർട്ടീസിൻ്റെ വെച്ചിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതല്ലാതെ പ്ലെയിൻ ആയിട്ട് ഐഗൻ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ആദ്യം ഈ പ്രോപ്പർട്ടീസ് ഒക്കെ നോക്കാം. ഫസ്റ്റ്, വാട്ട് ഈസ് ഐഗൻ വാല്യൂ? ഐഗൻ വാല്യൂ ഈസ് ദ ലാംഡ. ഇവിടെ ഇങ്ങനെ ഒരു ഇക്വേഷൻ, ഇതിനെ നമ്മൾ ഐഗൻ വാല്യൂ ഇക്വേഷൻ എന്ന് വിളിക്കാം അല്ലേ. എ സൈ ഈസ് ഈക്വൽ ടു ലാംഡ സൈ, വേർ എ ഈസ് ദ മാട്രിക്സ്. എ എന്നുള്ളത് നമ്മുടെ മാട്രിക്സ് ആണ്. സൈ എന്നുള്ളത് ആ മാട്രിക്സിൻ്റെ ഐഗൻ വെക്ടറാണ്. ലാംഡ എന്നുള്ളത് ആ മാട്രിക്സിൻ്റെ ഐഗൻ വാല്യൂ ആണ്, കറസ്പോണ്ടിങ് ടു ദ ഐഗൻ വെക്ടർ സൈ. ഓക്കെ, സോ ഇത്തരം ഇക്വേഷൻ നമ്മൾ ഐഗൻ വാല്യൂ ഇക്വേഷൻസ് വിളിക്കാം. ഓക്കെ, നൗ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. നമുക്ക് പെട്ടെന്ന് പ്രോപ്പർട്ടീസ് നോക്കാം. എ ആൻഡ് എ ട്രാൻസ്പോസ് ഹാവ് സെയിം ഐഗൻ വാല്യൂസ്. ഒരു മെട്രിക്സും അതിൻ്റെ ട്രാൻസ്പോസിനും ഐഗൻ വാല്യൂസ് സെയിം ആയിരിക്കും. ഡിറ്റർമിനൻറ്റ് എ ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ഐഗൻ വാല്യൂസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഇവിടെ റെഡ് മാർക്ക് ചെയ്യാം. ഓക്കെ, ദിസ് ഈസ് ഈ രണ്ട് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഓഫ് കോഴ്സ് നിങ്ങൾ ഇത് ഓൾറെഡി മെമ്മറൈസ്ഡ് ആവും, കാരണം അത്രയധികം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ട്രേസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞതാണ് ഇറ്റ് ഇസ് സം ഓഫ് ഇറ്റ്സ് ഐഗൻ വാല്യൂസ്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളെല്ലാവരും ബൈ ഹാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നൗ ഇഫ് ലാംഡ 1, ലാംഡ 2, ലാംഡ 3 ആർ ദ ഐഗൻ വാല്യൂസ് ഓഫ് എ മെട്രിക്സ് എ, ദെൻ ദ ഐഗൻ വാല്യൂസ് ഓഫ് എ ഇൻവേഴ്സ്, അതിൻ്റെ ഇൻവേഴ്സ് എ എന്നുള്ള മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂസ് ലാംഡ 1, ലാംഡ 2, ലാംഡ 3 ആണെങ്കിൽ എ ഇൻവേഴ്സ്, ആ മെട്രിക്സിൻ്റെ ഇൻവേഴ്സിൻ്റെ ഐഗൻ വാല്യൂസ് എന്തായിരിക്കും? 1/λ 1, 1/λ 2, 1/λ 3 എക്സെട്ര. ഓക്കെ, വളരെ സിമ്പിളാണ്. അടുത്ത പ്രോപ്പർട്ടി, ഐഗൻ വാല്യൂസ് ഓഫ് എ മാട്രിക്സ് മൾട്ടിപ്ലൈഡ് ബൈ എ സ്കെയിലാർ ഓർ എ കോൺസ്റ്റന്റ് കെ ഈസ് ഐഗൻ വാല്യൂസ്, ഈച്ച് ഓഫ് ദ ഐഗൻ വാല്യൂസ് മൾട്ടിപ്ലൈഡ് ബൈ ദ കെ. ഓക്കെ, അതായത് എ എന്നുള്ള മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂസ് ലാംഡ 1, ലാംഡ 2, ലാംഡ 3 ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ കെ എന്നുള്ള നമുക്ക് കെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂസ് എന്തായിരിക്കും? കെ ലാംഡ 1, കെ ലാംഡ 2 എക്സെട്ര അങ്ങനെ ആയിരിക്കും. സോ ദാറ്റ്സ് ദ പ്രോപ്പർട്ടി. അടുത്തത് ഐഗൻ വാല്യൂസ് ഓഫ് എ റൈസ് ടു എം. എ എന്നുള്ള മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂസ് ലാംഡ 1, ലാംഡ 2, ലാംഡ 3 ആണെങ്കിൽ എ റൈസ് ടു എമ്മിൻ്റെ ഐഗൻ വാല്യൂസ് എന്തായിരിക്കും? ലാംഡ 1 റൈസ് ടു എം, ലാംഡ 2 റൈസ് ടു എം, ലാംഡ 3 റൈസ് ടു എം എക്സെട്ര അല്ലേ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോപ്പർട്ടി നമ്മൾ ട്രേസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. വാട്ട് ഈസ് ട്രേസ് ഓഫ് എ? ട്രേസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ലാംഡ 1 പ്ലസ് ലാംഡ 2 പ്ലസ് എക്സെട്ര ലാംഡ എൻ ആണെങ്കിൽ ട്രേസ് ഓഫ് എ സ്ക്വയർ എന്തായിരിക്കും? ട്രേസ് ഓഫ് എ സ്ക്വയർ എന്തായിരിക്കും? ലാംഡ 1 സ്ക്വയർ പ്ലസ് ലാംഡ 2 സ്ക്വയർ പ്ലസ് എക്സെട്ര ലാംഡ എൻ സ്ക്വയർ. വാട്ട് ഈസ് ട്രേസ് ഓഫ് എ ക്യൂബ്? ട്രേസ് ഓഫ് എ ക്യൂബ് എന്തായിരിക്കും? ലാംഡ 1 ക്യൂബ് പ്ലസ് ലാംഡ 2 ക്യൂബ് പ്ലസ് ആൻഡ് സോ ഓൺ ലാംഡ എൻ ക്യൂബ്. സോ ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റൊരു പ്രോപ്പർട്ടി, ദ ഐഗൻ വാല്യൂസ് ഓഫ് അഡ്ജോയിൻറ്റ് ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിൻ്റെ അഡ്ജോയിൻറ്റിൻ്റെ ഐഗൻ വാല്യൂസ് എന്തായിരിക്കും? ഡിറ്റർമിനൻറ്റ് എ ഡിവൈഡ് ബൈ ലാംഡ 1, ഡിറ്റർമിനൻറ്റ് എ ഡിവൈഡ് ബൈ ലാംഡ 2 ആൻഡ് സോ ഓൺ. ഇതൊക്കെ വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അടുത്ത പ്രോപ്പർട്ടി നോക്കൂ. 7 കഴിഞ്ഞാൽ 8 പകരം ഞാൻ 9 ആണ് എഴുതിയിരിക്കുന്നത്. എ ആൻഡ് ഇറ്റ്സ് സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ എസ് ഇൻവേഴ്സ് എ എസ് ആർ ഹാവിംഗ് ദ സെയിം ഐഗൻ വാല്യൂസ്. ഒരു മെട്രിക്സും അതിൻ്റെ ഏതൊരു സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും കിട്ടുന്നത് ഐഗൻ വാല്യൂസ് സെയിം ആയിരിക്കും. ഐഗൻ വാല്യൂസ് ഓഫ് എ ഡയഗണൽ മെട്രിക്സ് ആർ ഇറ്റ്സ് ഡയഗണൽ എലമെൻറ്റ്സ്. ഒരു ഡയഗണൽ മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഐഗൻ വാല്യൂസ് എന്തായിരിക്കും? അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് ആയിരിക്കും. ഐഗൻ വാല്യൂസ് ഓഫ് എ ട്രയാങ്കുലർ മെട്രിക്സ് ആർ ഓൾസോ ഇറ്റ്സ് ഡയഗണൽ എലമെൻറ്റ്സ്. ഓക്കെ, സോ ബേസിക് പ്രോപ്പർട്ടീസ്. ഈ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പം വീണ്ടും റീവിസിറ്റ് ചെയ്യും. സോ തൽക്കാലം നമുക്കിപ്പോൾ ആദ്യം എങ്ങനെ ഒരു മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കാം എന്നുള്ളത് നമ്മൾ നോക്കാം. ഇവിടെ ഞാൻ കുറേ ഷോർട്ട് കട്ട്സ് അല്ലെങ്കിൽ കുറേ മെമ്മറൈസ് ചെയ്യാനുള്ള കുറച്ച് പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, കാരണം ഐഗൻ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻസ് ഒരുപാട് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ. സോ നമുക്ക് ആദ്യം സിമ്പിളായിട്ട് ഒരു 2x2 മാട്രിക്സ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, so find the eigenvalues of the matrix A x A A x. ഓക്കെ, വളരെ സിമ്പിളാണ്. എങ്ങനെ ഈ മാട്രിക്സിൻ്റെ ഐഗൻ വാല്യൂ കണ്ടുപിടിക്കാം? നമുക്ക് നോക്കൂ, ഐഗൻ വാല്യൂ മാട്രിക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? നമുക്കറിയാം, ഇറ്റ് ഈസ് ഡിറ്റർമിൻ ഇഫ് ദിസ് ഈസ് ദ മാട്രിക്സ് എ, ദെൻ നമുക്ക് വി ഹാവ് ടു സോൾവ് എ മൈനസ് ലാംഡ ഐ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, where lambda is the eigen values. ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന അതിന് കിട്ടുന്ന നമുക്ക് ലാംഡാസ് നമുക്ക് ലാംഡ 1, ലാംഡ 2 കിട്ടും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. സോ നമുക്ക് അതുപോലെ ചെയ്ത് നോക്കാം. ഇത് ആദ്യത്തെ എക്സാമ്പിൾ ആയതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. നോക്കൂ,
So this is A, therefore A minus lambda I determinant is equal to determinant x minus lambda A x minus lambda. So determinant is equal to 0. Okay, that implies let me okay, so that implies x minus lambda the whole square minus a square is equal to 0. X minus lambda the whole square minus a square is equal to 0. Okay, now what is lambda minus x minus a into lambda minus x plus a എന്ന് എഴുതാണ്. ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക നോക്കൂ. ഓക്കെ, ലെറ്റ് മീ മുകളിൽ ആദ്യം എക്സ്പാൻഡ് ചെയ്ത് നോക്കാം നമുക്ക്. സോ വാട്ട് ഇസ് ദിസ്? ഇത് എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? വി വിൽ ഗെറ്റ് എക്സ് മൈനസ് ലാംഡ ഹോൾ സ്ക്വയർ, ദാറ്റ് ഇസ് എക്സ് സ്ക്വയർ പ്ലസ് മൈനസ് 2 ലാംഡ എക്സ് അല്ലേ പ്ലസ് ലാംഡ സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇതാണ് നമുക്ക് മുകളിലിട്ട്. ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു ഗിവൺ ഇത് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും ഞാൻ എന്തിനാണ് അത് ചെയ്യുന്നത് എന്നുള്ളത്. നോക്കൂ, ഇത് എക്സ്പാൻഡ് ചെയ്യാൻ നമുക്ക് എന്താ കിട്ടുക? ഫസ്റ്റ് ലാംഡ ഇൻറ്റു ലാംഡ സ്ക്വയർ, അടുത്ത് ലാംഡ ഇൻറ്റു മൈനസ് എക്സ് പ്ലസ് എ, ദാറ്റ് ഈസ് മൈനസ് ലാംഡ ഇൻറ്റു എക്സ് പ്ലസ് എ. അത് നമുക്ക് ഉടനെ തന്നെ എന്ത് ചെയ്യാം, എക്സ്പാൻഡ് ചെയ്യാം. മൈനസ് ലാംഡ ഇൻറ്റു എക്സ് പ്ലസ് എ എന്താണ്? ഇറ്റ് ഈസ് മൈനസ് ലാംഡ എക്സ് മൈനസ് ലാംഡ എ അല്ലേ. വീണ്ടും അടുത്തത് മൈനസ് എക്സ് മൈനസ് എ ഇൻറ്റു ലാംഡ, അത് വരും, ദാറ്റ് ഈസ് മൈനസ് ലാംഡ എക്സ് പ്ലസ് ലാംഡ എ വരും അല്ലേ. ഫൈനലി നമുക്ക് എന്തായാലും മൈനസ് എക്സ് മൈനസ് എ ഇൻറ്റു മൈനസ് എക്സ് പ്ലസ് എ, ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് പ്ലസ് എ. ഓക്കെ, എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് പ്ലസ് എ എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണ്. സോ ഞാൻ ഇവിടെ തന്നെ മാറ്റിയതാണ്. എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഈ ലാംഡ എയും മൈനസ് ലാംഡ എയും ക്യാൻസൽ ചെയ്യും. ബാക്കി എന്താ ഉള്ളത്? ലാംഡ സ്ക്വയർ ഉണ്ട്. നോക്കൂ, ഇവിടെയും ലാംഡ സ്ക്വയർ ഉണ്ട്. ഓക്കെ, മൈനസ് ലാംഡ എക്സ് എന്താണ്? മൈനസ് 2 ലാംഡ എക്സ് വരും. ആ മൈനസ് 2 ലാംഡ എക്സ് ഇവിടെ ഉണ്ട്. പിന്നെന്താ ബാക്കിയുള്ളത്? മൈനസ് എ സ്ക്വയർ ആണ്. ആ മൈനസ് എ സ്ക്വയർ ഇവിടെ ഉണ്ട്. പിന്നെ നമുക്കുള്ളത് ഒരു എക്സ് സ്ക്വയർ ആണ്. ആ എക്സ് സ്ക്വയർ ഇവിടെ ഉണ്ട്. സോ എക്സാക്ട്ലി അല്ലേ, ലാംഡ ഇങ്ങനെ എഴുതുന്നതിന് പകരം നമുക്ക് എന്ത് എഴുതിയാൽ മതി? Okay, so let me write. Okay, so we can in fact say that this is equal to this. Okay, so x minus lambda whole square minus a square is nothing but lambda minus x minus a into lambda minus x plus a. Okay, but this is 0 ആണ് പറയുന്നത്. So this is equal to 0. That implies lambda is equal to x minus a and lambda is equal to x plus a. So eigenvalues നമുക്ക് കിട്ടി. So this matrix has eigenvalues. Lambda 1 is equal to x minus a and lambda 2 is equal to x plus a. ഇനി ഇത് നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ? ബൈ ഇൻവോക്കിംഗ് ദ പ്രോപ്പർട്ടി. നമ്മുടെ ഈ പ്രോപ്പർട്ടി നോക്കൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് പ്രോപ്പർട്ടീസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ബൈ ദിസ് 2 പ്രോപ്പർട്ടീസ്, ഈ രണ്ട് പ്രോപ്പർട്ടീസ്, ട്രേസ് ഓഫ് സം ഓഫ് determinant of a is equal to product of eigenvalues, trace is equal to sum of eigenvalues. So അത് വെച്ചിട്ട് ഞാനിത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നോക്കൂ, വാട്ട് ഈസ് ട്രേസ് ഓഫ് എ? നമുക്ക് തന്നിരിക്കുന്ന മാട്രിക്സിൻ്റെ ട്രേസ് എന്താണ്? ട്രേസ് ഓഫ് എ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് എക്സ് അല്ലേ, ദാറ്റ് ഈസ് 2x അല്ലേ. വാട്ട് ഈസ് ഡിറ്റർമിനൻറ്റ് എ? ഡിറ്റർമിനൻറ്റ് എ എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. സോ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ eigenvalues നമുക്ക് എപ്പോഴും എഴുതാം. eigenvalues is equal to, so 2x is equal to lambda 1 plus lambda 2 and x square minus a square is equal to എന്താണ്? lambda 1 into lambda 2. ഈ x square minus a square നമുക്ക് എങ്ങനെ എഴുതാം? x plus a into x minus a എന്ന് എഴുതുകയാണെങ്കിൽ if we assign this lambda 1 and this lambda 2, then lambda 1 plus lambda 2 is 2x and lambda 1 lambda 2 is equal to x square minus a square. So നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ eigenvalues x plus a യും x minus a ആണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആണോ?
ഓക്കെ. സോ ആഫ്റ്റർ ഓൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ മെട്രിക്സ് തരികയാണെങ്കിൽ സിമെട്രിക് ആയിട്ടുള്ള 2x2 മെട്രിക്സ് ആണ് തരുമെങ്കിൽ എക്സ് എ എ എക്സ് ഇങ്ങനെയാണെങ്കിൽ സിംപ്ലി അതിൻ്റെ ഐഗൻ വാല്യൂസ് എന്തായിരിക്കും? ഐഗൻ വാല്യൂസ് വിൽ ബി lambda 1 is equal to x minus a and lambda 2 is equal to x plus a. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നോക്കാം. ഒരു സിമ്പിൾ ആപ്ലിക്കേഷനാണ്. നോക്കൂ, ഫൈൻഡ് ദ ഐഗൻ വാല്യൂ ഓഫ് ദിസ് മെട്രിക്സ്. ഈ മെട്രിക്സ് ആണ് 2 1 1 2. ഇടം വല്ല നോക്കാണ്ട് നിങ്ങൾ എഴുതിയിരിക്കണം. എന്തായിരിക്കും ഐഗൻ വാല്യൂസ് അല്ലേ? ദിസ് ഈസ് എക്സ് എ എ എക്സ്. സോ എക്സ് മൈനസ് എ എക്സ് പ്ലസ് എ. എക്സ് എന്നാണ് 2 ആണ്, എ 1 ആണ്. സോ 2 minus 1 2 plus 1, that is 1 and 3. So eigenvalues lambda 1 is equal to 1 and lambda 2 is equal to 3. കേട്ടോ, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് 2 dimensional കേസിൽ. ഇനി നമുക്ക് 3 dimensional ഇതുപോലത്തെ എക്സാമ്പിൾസ് വരാണെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. നോക്കൂ, ഈ പ്രോബ്ലം ദ ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദ ഐഗൻ വാല്യൂസ് ഓഫ് ദ മെട്രിക്സ് എക്സ് എ എ എ എക്സ് എ എ എ എക്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ മെട്രിക്സ്. ഇതിന് ഐഗൻ വാല്യൂസ് കാണാൻ പറഞ്ഞത്. സോ നമ്മളിവിടെ ആദ്യം തന്നെ ഇൻവോക്ക് ചെയ്യാൻ പോകുന്ന ഈ പ്രിൻസിപ്പിളാണ്. ദാറ്റ് ഇസ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് ദിസ് മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു ലാംഡ 1 ഇൻറ്റു ലാംഡ 2 ഇൻറ്റു ലാംഡ 3. ഓക്കെ, ഇതിന് മൂന്നിനും നമുക്ക് ഓരോ വാല്യൂസ് കിട്ടും. ഓക്കെ, സോ നമുക്ക് ആദ്യം ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 3 പ്രോഡക്റ്റ് എഴുതാൻ പറ്റുമോ നോക്കുക. ദെൻ ആ പ്രോഡക്റ്റ് ആയിരിക്കും എന്ത്? ഐഗൻ വാല്യൂസ്. സോ നമുക്ക് ആദ്യം അങ്ങനെ ചെയ്യാൻ പറ്റുമോ നോക്കാം. So what is the determinant of this matrix? That is x into ഇവിടെ എന്ത് വരും? x square minus a square, x square minus a square minus a into ax minus a square, ax minus a square, then plus a into again a square minus ax, a square minus ax എന്ന് എഴുതാം. ശരിയല്ലേ? Now ഇവിടെ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് സൈൻ നിങ്ങൾ കോമൺ ആക്കി എടുത്താൽ എന്ത് എഴുതാം? ലാസ്റ്റ് ടേമിൽ ഒരു നെഗറ്റീവ് സൈൻ കോമൺ ആക്കി എടുത്താൽ എനിക്ക് എന്ത് എഴുതാം? സോ ദിസ് ഇസ് ഈക്വൽ നെഗറ്റീവ് ഓഫ് എ എക്സ് മൈനസ് എ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? സോ എ എക്സ് മൈനസ് എ സ്ക്വയർ. ഇനി ഈ ടേംസ് ഈ രണ്ട് ടേംസ് നോക്കൂ, സെയിം അല്ലേ? സോ വി ക്യാൻ റൈറ്റ് ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് 2a. സോ ദിസ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ മൈനസ് 2a ഇൻറ്റു എ എക്സ് മൈനസ് എ സ്ക്വയർ. റൈറ്റ്? ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്നാണ്. ഇറ്റ് ഈസ് എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് മൈനസ് എ അല്ലേ? ഇവിടെ 2a, ഇവിടെ നമുക്കൊരു ബ്രാക്കറ്റിൻ്റെ അകത്തുനിന്നൊരു എ കോമൺ ആക്കി എടുക്കാം. സോ 2a സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് എ എന്ന് വരും. ഓക്കെ, സോ ഇത് നമുക്ക് ഇത് നോക്കൂ, ഇവിടെയും എക്സ് മൈനസ് എ ഉണ്ട്, ഇവിടെയും എക്സ് മൈനസ് എ ഉണ്ട്. സോ നമുക്ക് കോമൺ ആക്കി എഴുതാം. സോ എക്സ് മൈനസ് എ ഇൻറ്റു ബാക്കി എന്താ ഉള്ളത്? ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട് പ്ലസ് എ എക്സ് ഉണ്ട്. സോ എക്സ് സ്ക്വയർ, ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് മൈനസ് 2a സ്ക്വയർ മൈനസ് 2a സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എക്സ് മൈനസ് ഒരു സൊല്യൂഷൻ കിട്ടി അല്ലേ? ഒരു ഐഗൻ വാല്യൂ കിട്ടി. ഒരു ഐഗൻ വാല്യൂ എന്തായിരിക്കും? എ ആയിരിക്കും. ഇനി ബാക്കിയുള്ള 2 ഐഗൻ വാല്യൂസ് കിട്ടാൻ നമുക്ക് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി. ഓക്കെ, ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ സോൾവ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. നോക്കൂ, ഈ ഇക്വേഷൻ ഞാൻ എങ്ങനെ മാറ്റി എഴുതാൻ പോവാണ്. ലെറ്റ് മീ പേസ്റ്റ് ഇറ്റ് ഓവർ ഹിയർ. സോ ദിസ് ഈസ് അവർ ഇക്വേഷൻ. നമുക്ക് ഇതിനെന്ത് എഴുതാം? സോ ദിസ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എ അവിടെ നിൽക്കട്ടെ, എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് സ്ക്വയറിന് എക്സ് സ്ക്വയർ പ്ലസ് 2ax മൈനസ് എ എക്സ് എന്ന് എഴുതാണ്. ആ 2axനാണ് 2ax മൈനസ് എ എക്സ് എന്തി മൈനസ് 2a സ്ക്വയർ. ഇങ്ങനെ എഴുതിയ കാരണം എന്താ വെച്ചാൽ നോക്കൂ, ഇനി നമുക്ക് എന്ത് എഴുതാം? എക്സ് മൈനസ് എ ഇൻറ്റു ഈ ഫസ്റ്റ് 2 ടേമിൽ നമുക്ക് എക്സിനെ കോമൺ ആക്കി എടുക്കാം. അപ്പോൾ എന്ത് എഴുതാം? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2a എന്ന് എഴുതാം അല്ലേ? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2a എന്ന് എഴുതാം. ഓക്കെ, ഈ രണ്ടാമത്തെ ബാക്കിയുള്ള 2 ടേം എന്താ ഉള്ളത്? ബാക്കിയുള്ള 2 ടേം നമുക്ക് എന്ത് ചെയ്യാം? ഒരു മൈനസ് എ കോമൺ ആക്കി എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ മൈനസ് എ ഇൻറ്റു എന്താ വരിക? എ പ്ലസ് എക്സ് പ്ലസ് 2a വരും അല്ലേ? എക്സ് പ്ലസ് 2a. ഓക്കെ, സോ ഈ ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെ എഴുതാം. ഇനി നോക്കൂ, ഇനി നമുക്ക് ഇവിടെ വരുന്ന 2 ടേംസ് സെയിം ആണ് അല്ലേ? സോ നമുക്ക് അതിനൊരു കോമൺ ആക്കി എഴുതുന്നത് എന്ത് എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എ ഇൻറ്റു ഇനി ഇതിവിടെ എക്സ് ഉണ്ട്, ഇവിടെ മൈനസ് എ ഉണ്ട്. സോ നമുക്ക് ആ 2 എക്സ് മൈനസിനെ ഒരുമിച്ച് ഒന്നുകൂടെ എഴുതാം. ബാക്കി എന്താ ഉള്ളത്? ഇൻറ്റു എക്സ് പ്ലസ് 2a. So finally we have x minus a into x minus a into x plus 2a. So therefore the eigenvalues are, this is our lambda 1, this is our lambda 2 and this is our lambda 3.
സോ നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് ഇതാണ്. തന്നിരിക്കുന്ന മെട്രിക്സ്, ഈ മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂസ് ലാംഡ 1 ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എ, ലാംഡ 2 ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എ ആൻഡ് ലാംഡ 3 ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2a. ആണോ? ഇത് തന്നെയാണ്, ഇങ്ങനെയാണ് നമ്മൾ ഈ ഇത്തരം മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ വളരെ tedious ആയിട്ടുള്ള ക്യൂബിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് പോകേണ്ടി വരും. ഓക്കെ, അത് tedious ആണ്. സോ അതിനേക്കാളും കുറച്ചുകൂടെ സിമ്പിളർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? സോ അതിൻ്റെ ആപ്ലിക്കേഷൻ ഇപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ ആപ്ലിക്കേഷൻ നോക്കൂ. ദ മെട്രിക്സ് ഇസ് 2 1 1 1 2 2 1 2 1 1 1 2. സോ വളരെ ഈസി നമുക്ക് കാണാൻ പറ്റും. ദിസ് ഇസ് എക്സ് ആൻഡ് ദിസ് ഇസ് എ. ഓക്കെ, സോ എക്സ് ഇസ് ഈക്വൽ ടു 2, എക്സ് ഈക്വൽ ടു 2, എ ഇസ് ഈക്വൽ ടു 1. സോ ഐഗൻ വാല്യൂസ് ഏതൊക്കെ ആയിരിക്കും? ലാംഡ 1 ഇസ് ഈക്വൽ ടു 2 മൈനസ് 1, ലാംഡ 2 ഇസ് ഈക്വൽ ടു 2 മൈനസ് 1 ആൻഡ് ലാംഡ 3 ഇസ് ഈക്വൽ ടു 2 പ്ലസ് 1, അല്ലേ? ദാറ്റ് ഈസ് 2 പ്ലസ് 1. So this is equal to 1, 1 and 3. Okay. So eigenvalues is equal to lambda is equal to x minus a, that is 2 minus 1. Then again x minus a, that is 2 minus 1. Then x plus 2a, like 2 plus 2 into 1, 2. So this is equal to 1, 1 and 4. So eigenvalues are 1, 1, 4. So ഇതുപോലത്തെ എക്സാമ്പിൾസ് വേറെ വരുന്നു. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ മെട്രിക്സ് വരാണ് 3 2 2 2 3 2 2 2 3. ഈ മെട്രിക്സ് നിങ്ങൾക്ക് ഉടനെ എന്ത് ചെയ്യാം? ചാടിക്കറി പറയാം. സോ ഐഗൻ വാല്യൂസ് ആർ 3 പ്ലസ് 2 3 മൈനസ് 2 3 മൈനസ് 2 ആൻഡ് 3 പ്ലസ് 4, അല്ലേ? 3 പ്ലസ് 4 ദാറ്റ് ഈസ് 1 1 7. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ എന്തിനും ജനറൽ ഫോർമുല കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൽ അപ്ലൈ ചെയ്യാം. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദ ഐഗൻ വാല്യൂസ്. ദിസ് ഇസ് എ 4/4 മെട്രിക്സ്. ഓക്കെ, പക്ഷേ അനലോഗസ് ആണ്. നോക്കൂ, ഇത് ഇവിടെ നമ്മൾ അനാലജി അപ്ലൈ ചെയ്യാണ്. നോക്കൂ, എന്തായിരുന്നു നമുക്ക് ആദ്യം നമുക്ക് എക്സ് എ എക്സ് ഉണ്ടായിരുന്നു, അല്ലേ? എക്സ് എ എക്സ്. അന്നേരം നമുക്ക് ഐഗൻ വാല്യൂസ് എന്തായിരുന്നു കിട്ടിയിരുന്നത്? അന്നേരം നമുക്ക് ഐഗൻ വാല്യൂസ് ഉണ്ടായിരുന്നത് എക്സ് മൈനസ് എ എക്സ് പ്ലസ് എ, അല്ലേ? അടുത്തത് നമ്മൾ എന്ത് ചെയ്തു? 3 എക്സ് എ എക്സ് എ എക്സ് ആയി. അന്നേരം നമുക്ക് ഐഗൻ വാല്യൂസ് എന്താണ്? എക്സ് മൈനസ് എ എക്സ് പ്ലസ് 2a. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും 4/4 വരുമ്പോൾ എങ്ങനെയായിരിക്കും വരിക? സോ എക്സ് മൈനസ് എ അല്ല, ഇവിടെ ഈ എക്സ് മൈനസ് എ എത്ര തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എങ്ങനെ നോക്കുക? ഇത് ഓർഡർ 2 ആണെങ്കിൽ 2 മൈനസ് 1, അല്ലേ? സോ ഓർഡർ -1 ടൈംസ് എക്സ് മൈനസ് എ വരും. അവസാനത്ത് എന്തായിരിക്കും? എക്സ് പ്ലസ് എൻ എ വരും. ഓക്കെ, എക്സ് പ്ലസ് n മൈനസ് 1 ഇൻറ്റു എ വരും. ഓക്കെ, ഇവിടെ എക്സ് മൈനസ് എ എക്സ് പ്ലസ് 2a, അടുത്ത എക്സ് മൈനസ് എ പിന്നെ എന്താ വരിക? ലാസ്റ്റ് വൺ വിൽ ബി എക്സ് പ്ലസ് 3a ഉണ്ടോ? അപ്പോൾ നമുക്ക് ഈ മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂസ് നമ്മൾ വളരെ ഈസി ആയിട്ട് എന്തായിരിക്കും? എക്സ് മൈനസ് എ ദെൻ എക്സ് പ്ലസ് 3a. ഇനി ഇതുപോലത്തെ ഒരു എക്സാമ്പിൾ തരാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഫോർ എക്സാമ്പിൾ ഇഫ് യു ഹാവ് 5 3 3 3 3 5 3 3 3 3 5 3 3 3 3 5 ഇങ്ങനെ മെട്രിക്സ് ഇട്ടാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എന്താണ് ഇതിൻ്റെ ഐഗൻ വാല്യൂസ് എന്തായിരിക്കും? ലാംഡാസ് ആർ 5 മൈനസ് 3, അല്ലേ? ആദ്യത്തെ 3 ഐഗൻ വാല്യൂസ് എന്തായിരിക്കും? 5 മൈനസ് 3 2 ആയിരിക്കും. സോ 2 2 2. അവസാനത്തായിരിക്കും എക്സ് പ്ലസ് 3a ആയിരിക്കും. സോ 5 പ്ലസ് 3 into 3 9 ആണ്. സോ 5 plus 9 that will be 14. സോ 2 2 2 14. വളരെ ഈസി ആയിട്ട് ഉത്തരം മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂ കണ്ടുപിടിച്ചു. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദി ഐഗൻ വാല്യൂസ് ഓഫ് ദി ഫോളോയിങ് മെട്രിക്സ്. ഈ മെട്രിക്സിനെ പറ്റി എല്ലാ എലമെൻറ്റ്സും സെയിം ആണ്. എ. ഓക്കെ, എല്ലാ എലമെൻറ്റ്സും സെയിം ആണ്. സോ ഇത്തരം ഒരു മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോക്കൂ, ഇവിടെ നമ്മളൊരു ജനറൽ റിസൾട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ ജനറൽ റിസൾട്ട് എന്ന് വെച്ചാൽ ഫോർ എനി മെട്രിക്സ് ഹൂസ് ഓൾ റോസ് ഓൾ കോളംസ്, എല്ലാ കോളംസും ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഒരു മെട്രിക്സ്, ആ മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും, ഇങ്ങനെ ആയിരിക്കും. അത് the first 2 eigenvalues will be zeros, 0 0. So lambda is equal to 0 0, and the third eigenvalue will be the trace of the matrix.
ഇവിടെ ട്രേസ് എത്ര വരിക എ പ്ലസ് എ പ്ലസ് എ അല്ലേ, ദാറ്റ് ഈസ് 3a. Okay, this is the theorem. This is not actually, this is a broad, കുറച്ചുകൂടെ ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ for any matrix whose columns are proportional, all columns are proportional. ഒരു മെട്രിക്സിൻ്റെ 3 കോളംസും പ്രൊപ്പോർഷണൽ ഈക്വൽ ആവണമെന്നില്ല. ഓക്കെ, ഈവൻ ഇഫ് ദേ ആർ പ്രൊപ്പോർഷണൽ ദെൻ ദെയർ ഐഗൻ വാല്യൂസ് വിൽ ബി, 2 ഐഗൻ വാല്യൂസ് എന്തായിരിക്കും 0 ആയിരിക്കും. 2 എന്ന് പറഞ്ഞാൽ 3/3 മെട്രിക്സ് ആണെങ്കിൽ ആദ്യത്തെ 2 ഐഗൻ വാല്യൂസും 0 ആയിരിക്കും, മൂന്നാമത്തെ ഐഗൻ വാല്യൂ ട്രേസ് ആയിരിക്കും, ആ മെട്രിക്സിൻ്റെ ട്രേസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഈ പ്രിൻസിപ്പിൾ പ്രകാരം നമുക്ക് ഫസ്റ്റ് ലാംഡ ഈസ് ഈക്വൽ ടു ലാംഡ 1 ഈസ് ഈക്വൽ ടു 0, ലാംഡ 2 ഈസ് ഈക്വൽ ടു 0 ആൻഡ് ലാംഡ 3 വിൽ ബി a plus a plus a, that is the trace of a is equal to 3a. ഇതായിരിക്കും ഈ മെട്രിക്സിൻ്റെ റിസൾട്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ കേസിൽ എല്ലാ എലമെൻസും പ്രൊപ്പോർഷണൽ ആണെന്ന് മാത്രമല്ല ഈക്വൽ ആണ്. പക്ഷേ ഈക്വൽ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി എന്നുള്ള റൂൾ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ, അതിനേക്കാളും വലിയൊരു റൂളില്ല. ഓക്കെ, സോ ഇവിടെ പ്രൊപ്പോർഷൻ 3 കോളംസും പ്രൊപ്പോർഷനാണ്. ദെർഫോർ ലാംഡ ഈസ് ഈക്വൽ 0 0 3a. ഇതിന് നമുക്കൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 2 2 2 2 2 2 2 2 എല്ലാ എലമെൻസും 2 ആണ്. സോ ഐഗൻ വാല്യൂസ് എന്തായിരിക്കും, ലാംഡ 1 ഈക്വൽ ടു 0, ലാംഡ 2 is equal to 0 and lambda 3 will be 2 plus 2 plus 2, that is 6. ഇനി എല്ലാ എലമെൻസും 1 ആണെങ്കിലോ 1 1 1 1 1 1 1 1 1 ആണെങ്കിൽ സോ 0 0 3 ആയിരിക്കും. ക്ലിയർ? സോ ഫോർ എനി സ്കെയിലാർ 0 0 3a ആയിരിക്കും വാല്യൂ. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞു, ഇത് ജനറൽ ഫോർ എനി മെട്രിക്സ് ഹൂസ് കോളംസ് ആർ പ്രൊപ്പോർഷണൽ. നോക്കൂ, ഈ മെട്രിക്സ് നോക്കൂ, ഈ മെട്രിക്സിൽ നമുക്ക് ഇവിടെ എ ബി ഉണ്ട്, പക്ഷേ അതേ കോളം തന്നെയാണ് എ ബി തന്നെയാണ്, പക്ഷേ 2 ടൈംസ് ആണ് എന്നുള്ളൂ. ദേ ആർ പ്രൊപ്പോർഷണൽ. ഈ എയും ഫസ്റ്റ് കോളവും സെക്കൻഡ് കോളവും പ്രൊപ്പോർഷണൽ ആണ്. അതേസമയം മൂന്നാമത്തെ കോളം എന്താണ്, 3 ടൈംസ് എ ബി ആണ് അല്ലേ, 3a 3a 3b ആണ്. സോ ദീസ് ഓൾ കോളംസ് ആർ പ്രൊപ്പോർഷണൽ. ഓൾ columns are proportional. So therefore the eigenvalues, first 2 eigenvalues എന്തായിരിക്കും 0 ആയിരിക്കും. lambda 1 equal to 0, lambda 2 is equal to 0 and lambda 3 will be the trace of this matrix. ഈ matrix trace എത്രയാണ്, a plus 2a plus 3b, that is 3a plus 3b or 3 into a plus b. So ഇതായിരിക്കും trace. ക്ലിയർ ആണോ? സോ ഇത് ഞാനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദ ഐഗൻ വാല്യൂ ഓഫ് ദി ഫോളോയിങ് മാട്രിക്സ് 1 2 3 1 2 3 2 4 6. ഓക്കെ, അപ്പോൾ ഈ മാട്രിക്സിൻ്റെ എല്ലാ കോളംസും എന്താണ്, പ്രൊപ്പോർഷണൽ ആണ്. എല്ലാ കോളംസും പ്രൊപ്പോർഷണൽ ആണ്. സോ ദെർഫോർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് 1 2 3 2. ഓക്കെ, സോ ഫസ്റ്റ് ഐഗൻ വാല്യൂസ് എന്തായിരിക്കും, ഫസ്റ്റ് 2 ഐഗൻ വാല്യൂസ് വിൽ ബി 0, lambda 2 is equal to 0 and third eigenvalues will be the trace, that is 1 plus 2 3, 3 plus 6, that is lambda 3 is equal to 9. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും സെയിം തന്നെയാണ്. എ ബി സി 2a 2b 2c 3a 3b 3c. എന്തായിരിക്കും, ഐഗൻ വാല്യൂസ് ആർ ലാംഡ is equal to lambda 1 equal to 0, lambda 2 is equal to 0, lambda 3 is equal to a plus 2b plus 3c, a plus 2b plus 3c. Okay, so ഇതിനൊരു എക്സാമ്പിൾ. ഇനി മോസ്റ്റ് ജനറൽ കേസ് നമുക്ക് എങ്ങനെ എഴുതാം, വി ഹാവ് എ മാട്രിക്സ് ആൽഫ എ ആൽഫ ബി ആൽഫ സി, ബീറ്റ എ ബീറ്റ ബി ബീറ്റ സി, ഗാമ എ ഗാമ ബി ഗാമ സി. ഇങ്ങനെ നമുക്ക് അതിൻ്റെ ഐഗൻ വാല്യൂസ് എങ്ങനെ എഴുതാം, ലാംഡ 1 ഈക്വൽ ടു 0, ലാംഡ 2 is equal to 0 and lambda 3 is equal to alpha a plus beta b plus gamma c. Okay, ഇനി ഒരു എക്സാമ്പിൾ കൂടി ചെയ്യാൻ നോക്കൂ. A1A 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 3 കോളംസ് എന്താണ്, പ്രൊപ്പോർഷണൽ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഐഗൻ വാല്യൂസ് ആർ 0 0 and 2a 1 plus 2a 1 plus 2a. ഇനി ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുകയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ഐഗൻ വാല്യൂസ് ഓഫ് ദിസ് 4x4 മെട്രിക്സ്. ഈ 4x4 മെട്രിക്സിൻ്റെ ആദ്യത്തെ 3 ഐഗൻ വാല്യൂസ് എന്തായിരിക്കും, സീറോസ് ആയിരിക്കും. സോ ലാംഡ 1 ഈക്വൽ ടു 0, ലാംഡ 2 is equal to 0, ലാംഡ 3 is equal to 0 and ലാംഡ 4 എന്തായിരിക്കും, ലാംഡ 4 will be the trace, that is a plus 2b plus 3c plus 4d. This will be the eigen value.
നമുക്ക് ഒരു 2/2 കേസ് ആണെങ്കിൽ എന്താണ് രണ്ട് കോളംസ് പ്രൊപ്പോർഷൻ ആണ്. സോ എന്താ ചെയ്യുക, ഫസ്റ്റ് ഐഗൻവാല്യൂസ് എന്തായിരിക്കും 0 ആയിരിക്കും. ലാംഡ 1 = 0, ലാംഡ 2 വിൽ ബി ദ ട്രേസ് അല്ലേ. 2 എന്താണ് 1 + a ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി രണ്ട് കോളംസ് പ്രൊപ്പോർഷൻ ആണല്ലോ. ഓക്കെ, ഏതെങ്കിലും രണ്ട് കോളംസ് മാത്രം പ്രൊപ്പോർഷണൽ, മൂന്നാമത്തെ കോളം പ്രൊപ്പോർഷണൽ അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻ ദാറ്റ് കേസ് വി ക്യാൻ സേ ദ ഐഗൻ വാല്യൂസ് വിൽ ബി ഏതെങ്കിലും ഒരു ഐഗൻ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, സോ ലാംഡ 1 = 0 എന്ന് പറയാം, ലാംഡ 1 = 0 എന്ന് പറയാം. പക്ഷേ ലാംഡ 2 ലാംഡ 3 നമുക്ക് ജനറലി ആയിട്ട് പറയാൻ പറ്റില്ല, നമുക്ക് ഓരോ കേസ് ബൈ കേസ് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഈ കേസിൽ നമുക്ക് എന്താ വരുന്നത്, ഇതിൽ എല്ലാ എലമെൻസും എ ആണ് അല്ലേ, എ എ എ എ. ഈ കേസിൽ നമുക്ക് ലാംഡ 2 = -√2a ആണ്, ലാംഡ 3 = +√2a ആണ്. ഇനി സം ഓഫ് ദി ഐഗൻ വാല്യൂസ് എന്തായിരിക്കും, സീറോസ് ആയിരിക്കും. കാരണം 0 ആയിരിക്കും, കാരണം ഇവിടെ ട്രേസ് എന്താണ് 0 ആണ്, ട്രേസ് 0 ആയതുകൊണ്ട് സം ഓഫ് ഐഗൻ വാല്യൂസ് 0 ആയിരിക്കും. ഓക്കെ, ഇനി കുറച്ചുകൂടി ജനറൽ കേസ് എടുത്ത് നോക്കൂ. ഇവിടെ എനിക്ക് രണ്ട് കോളംസ് പ്രൊപ്പോർഷനാണ്, പക്ഷേ എന്തല്ല സെയിം വാല്യൂ അല്ല. ഇവിടെ എനിക്ക് 0a0 എന്നുള്ള കോളവും 0c0 എന്നുള്ള കോളം പ്രൊപ്പോർഷനാണ്, പക്ഷേ ഈക്വൽ അല്ല. ആ കേസിൽ നമുക്ക് എന്താ വരിക, ഇൻ ദാറ്റ് കേസ് വി ഹാവ് ദ ഐഗൻ വാല്യൂ ഈസ് ലാംഡ 1 = 0, ലാംഡ 2 = -√b into root of c plus a ആണ്, ലാംഡ 3 = √b അതിൻ്റെ പ്ലസ് √ c plus a ആണ്. സോ ഇതിനൊരു ജനറൽ പാറ്റേൺ ഉണ്ട്. ഇതിന് ജനറൽ പാറ്റേൺ എന്ന് വെച്ചാൽ നമുക്ക് അടുത്ത മെട്രിക്സ് ചെയ്യുമ്പോൾ നോക്കാം. സോ ദിസ് ഇസ് കേസ്, ഇൻ ദിസ് കേസ് നമുക്ക് രണ്ട് കോളംസ് പ്രൊപ്പോർഷനാണ്, പക്ഷേ എയും ഡിയും ആണ്. പക്ഷേ മൂന്നാമത്തെ കോളത്തിന് എന്താ രണ്ട് എലമെൻസും സെയിം അല്ല. ആ കേസിൽ നമുക്ക് ABCD എന്നാണെങ്കിൽ എലമെൻസ് ABCD ആണെങ്കിൽ ഈ കേസിൽ നമുക്ക് ഐഗൻ വാല്യൂസ് എങ്ങനെ എഴുതാം. So lambda 1 = 0 ആയിരിക്കും. Of course lambda 2 will be -√of AB plus CD, and the third one lambda 3 will be the positive of this √ of AB plus CD. ഇപ്പോൾ ഈ കേസിൽ നമുക്ക് നേരത്തെ പറഞ്ഞതിൽ നമുക്ക് B = C കൊടുത്താൽ കിട്ടും, തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂസ് കിട്ടും. ഓക്കെ, ഇനി തിരിച്ച് ഇവിടെ ഈ രൂപത്തിലാണല്ലോ A0 A0 ഇവിടെയും രണ്ട് കോളംസ് പ്രൊപ്പോർഷനാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, എന്തായിരിക്കും, വിൽ ഗെറ്റ് ഫസ്റ്റ് ഐഗൻ വാല്യൂസ് എന്തായിരിക്കും, ഫസ്റ്റ് ഐഗൻ വാല്യൂ 0 ആയിരിക്കും. പക്ഷേ രണ്ടാമത്തോ മൂന്നാമത്തോ നമുക്ക് അത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ കേസിൽ എല്ലാ എലമെൻസും 0 ആയതുകൊണ്ട് സെക്കൻഡ് ഐഗൻ വാല്യൂ ഈസ് ലാംഡ = a ആൻഡ് ദ തേർഡ് ഐഗൻ വാല്യൂ ഈസ് = ലാംഡ = 2a ആണ്. ഓക്കെ, സോ ഈ രൂപത്തിലാണ് നമ്മൾ ഈ രൂപത്തിലുള്ള ഇത്തരം മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂസ്. ഇനി ഈ രൂപത്തിൽ നോക്കൂ, മൂന്ന് കോളംസും ഡിഫറെൻ്റ് ആണ്, അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ അല്ല. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞു 3 കോളംസും പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളത്. 3 കോളംസും പ്രൊപ്പോർഷണൽ ആണെങ്കിൽ നമുക്കറിയാം രണ്ട് ഐഗൻ വാല്യൂസ് 0 ആയിരിക്കും, മൂന്നാമത്തെ ഐഗൻ വാല്യൂ എന്തായിരിക്കും, ട്രേസ് ആയിരിക്കും. രണ്ട് കോളംസ് പ്രൊപ്പോർഷണൽ ആകുമ്പോൾ ഒരു ഐഗൻ വാല്യൂ 0 ആയിരിക്കും, ബാക്കിയുള്ള രണ്ട് ഐഗൻ വാല്യൂൻ്റെ ഇത് എന്തായിരിക്കും, രണ്ട് ഐഗൻ വാല്യൂസിൻ്റെയും സം 0 ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില കേസുകളിൽ നമുക്ക് 0 ആയിരിക്കും, ട്രേസ് 0 ആണെങ്കിൽ. ഇനി നമ്മൾ 3 ഐഗൻ വാല്യൂസും 3 കോളംസും ഡിഫറെൻ്റ് ആണെങ്കിൽ, ഒരു മെട്രിക്സിന് 3 കോളംസും പ്രൊപ്പോർഷണൽ അല്ലെങ്കിൽ നമുക്ക് എന്തായിരിക്കും, വി വിൽ ഹാവ് ദിസ് കൈൻഡ് ഓഫ് എൻ എക്സാമ്പിൾ. നോക്കൂ, ഇവിടെ നമുക്ക് ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്താ വെച്ചാൽ ഇവിടെ ദിസ് മെട്രിക്സ് ഇസ് ബ്ലോക്ക് ഡയഗണൽ. ബ്ലോക്ക് ഡയഗണൽ എന്നാൽ ഫസ്റ്റ് നമുക്ക് 2/2 മെട്രിക്സിൻ്റെ ABCD ABBA ഉണ്ട്, പിന്നെ C എന്നുള്ളൊരു സിംഗിൾ എലമെൻ്റ് ബ്ലോക്കും ഉണ്ട്. ഓക്കെ, ദിസ് ഇസ് ബ്ലോക്ക് ഡയഗണൽ. ബ്ലോക്ക് ഡയഗണൽ ആയിട്ടുള്ള മെട്രിക്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അത്തരം മെട്രിക്സുകളുടെ ഐഗൻ വാല്യൂസ് എന്നത് ആ ബ്ലോക്സിൻ്റെ ഐഗൻ വാല്യൂസ് ആയിരിക്കും. ഫസ്റ്റ് ABBAയുടെ ഐഗൻ വാല്യൂ എന്താണ്, ABBA. ഇത് നമ്മൾ നേരത്തെ ചെയ്തതാണ്. ABBAയുടെ ഐഗൻ വാല്യൂ എന്താണ്, B + A B - A അല്ലേ, ഇവിടെ A + B A - B. ഓക്കെ, സോ ലാംഡ 1 = A + B and ലാംഡ 2 = A - B. ദെൻ തേർഡ് എലമെൻറ്റ് എന്തായിരിക്കും, C ആണ്. സോ ലാംഡ 3 അത് ഒരു സിംഗിൾ എലമെൻ്റ് ആയതുകൊണ്ട് ലാംഡ 3 വിൽ ബി ദ C itself. ഇതേ അവസ്ഥ തന്നെയാണ് ഈ രൂപത്തിൽ വരികയാണെങ്കിലും. ഇവിടെ നോക്കൂ, ദിസ് ഈസ് ഓൾസോ ബ്ലോക്ക് ഡയഗണൽ. ഇതും ബ്ലോക്ക് ഡയഗണൽ ആണ്. സോ ഫസ്റ്റ് ഐഗൻ വാല്യൂ ലാംഡ 1 = C ആയിരിക്കും, ലാംഡ 2 = A - B ആൻഡ് ലാംഡ 3 = A + B. ഓക്കെ,
ഇനി നമുക്ക് ഈ ഭാഗത്ത് നിന്ന് നെറ്റിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. നമുക്ക് നെറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണുമ്പോൾ ശരിക്കും ഞെട്ടിപ്പോകും. കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നെറ്റിന് ചോദിച്ചിരിക്കുന്നത്. കൺസിഡർ ദ മാട്രിക്സ് M is equal to 1 1 1 1 1 1 1 1 1. The eigenvalues of M are എന്താണ് 0 0 3 അല്ലേ? 0 0 ട്രേസ് ഓഫ് M. 3 കോളംസും പ്രൊപ്പോർഷണൽ ആണ് നമുക്കറിയാം. 2 ഐഗൻ വാല്യൂസ് 0 ആയിരിക്കും, മൂന്നാമത്തെ ഐഗൻ വാല്യൂ ട്രേസ് ആയിരിക്കും. സോ ദിസ് ഇസ് 0 0 3. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദിസ് ഇസ് ദി ക്വസ്റ്റ്യൻ. ദ ഐഗൻ വാല്യൂ നെറ്റിന് ചോദിച്ചാട്ടോ. ദ ഐഗൻ വാല്യൂസ് ഓഫ് ദ മാട്രിക്സ് A is equal to 1 2 3 2 4 6 3 6 9. 3 കോളംസും പ്രൊപ്പോർഷണൽ ആണ്. സോ എന്തായിരിക്കും 0 0 then 1 plus 4 plus 9 14. So this is the answer. Option D is the correct answer. നോക്കൂ, 2 തവണ ചോദിച്ചു. വളരെ സിമ്പിളാണ്. എനിക്ക് ഈ പ്രിൻസിപ്പിൾ അറിയാവുന്നെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ദിസ് ഇസ് അനദർ ക്വസ്റ്റ്യൻ ആസ്ക്ഡ് ഫോർ നെറ്റ് ഇൻ ദ പ്രീവിയസ് എക്സാംസ്. നോക്കൂ, ദ ഐഗൻ വാല്യൂസ് ഓഫ് ദി ആൻറ്റി സിമെട്രിക് മാട്രിക്സ് A is equal to 0 minus n3 n2 n3 0 minus n1 minus n2 n1 0. Okay, where n1 n2 and n3 are the components of a unit vector. ഇതിൻ്റെ ഐഗൻ വാല്യൂസ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 0 I minus I, 0 1 minus 1, 0 1 plus I minus 1 minus I, 0 0 0. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കൂ, ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം തന്നിട്ടുള്ളത്, ദിസ് ഈസ് എൻ ആൻറ്റി സിമെട്രിക് മാട്രിക്സ്. ദിസ് ഈസ് എൻ ആൻറ്റി സിമെട്രിക് മാട്രിക്സ്. സോ ആൻറ്റി സിമെട്രിക് മാട്രിക്സിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ they have all eigenvalues are zeros or all imaginary. Okay, അപ്പം ഈ ഒരു പ്രോപ്പർട്ടി നോക്കിക്കോളൂ. സോ the eigenvalues of an imaginary of an antisymmetric matrix are zeros or purely imaginary. അപ്പോൾ ഒരു ആൻറ്റി സിമെട്രിക് മാട്രിക്സിന് ഐഗൻ വാല്യൂസ് ഒന്നെങ്കിൽ സീറോസ് ആയിരിക്കും, 0 ആയിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക പ്യൂർലി ഇമാജിനറി ആയിരിക്കും. അപ്പോൾ ഇത് നോക്കുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് ഇവിടെ തന്നെ കളയാം. നോക്കൂ, ഫസ്റ്റ് ഓപ്ഷൻ, സെക്കൻഡ് ബി ഓപ്ഷൻ എന്താണ് 0 1 -1. ദിസ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. കാരണം 1 -1 റിയൽ നമ്പേഴ്സ് ആണ്. റിയൽ നമ്പേഴ്സ് ഒരിക്കലും ഒരു ആൻറ്റി സിമെട്രിക് മാട്രിക്സിന് ഐഗൻ വാല്യൂ ആയിട്ട് വരില്ല. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ഈസ് ക്ലോസ്ഡ്. ഓപ്ഷൻ സിയോ, ഇവിടെ 1 + I -1 - I അതെന്താണ് പ്യൂർലി ഇമാജിനറി അല്ല. കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്, പക്ഷേ പ്യൂർലി ഇമാജിനറി അല്ല. ഇതിൻ്റെ കേസിൽ നമുക്ക് എന്താ വരിക, പ്യൂർലി ഇമാജിനറി ആയിട്ടാണ് വരിക. ഓക്കെ, സോ ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും നമുക്ക് അപ്പം തന്നെ കളയാം. പക്ഷേ ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും അപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, ചില കേസിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ഡിക്ക് പകരം ഇവിടെ വേറെ ഏതെങ്കിലും വാല്യൂസ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒറ്റയടിക്കാൻ എന്ത് ചെയ്യാം, ഓപ്ഷൻ എ ടിക്ക് ചെയ്യാം. പക്ഷേ ഇവിടെ നമുക്ക് ഓപ്ഷൻ എയും ഡിയും നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഈ 2 ഓപ്ഷൻസ് നിങ്ങൾ റൂൾ ഔട്ട് ചെയ്തുകൊണ്ട് സമയമില്ലാത്ത കേസിലാണ് നെറ്റ് നിങ്ങൾ എഴുതാൻ നിൽക്കുന്നെങ്കിൽ യു മസ്റ്റ് ഗസ് വൺ ഓഫ് ദി ആൻസർ. ഇതിലേതെങ്കിലും ഒന്ന് ഗസ് ചെയ്തിട്ട് എഴുതണം സമയമില്ലെങ്കിൽ. സമയം ഉണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദ റൈറ്റ് സൊല്യൂഷൻ. ഓരോന്നിക്ക് എങ്ങനെ എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. എങ്ങനെ സോൾവ് ചെയ്യാം വളരെ ഈസിയാണ്. നോക്കൂ, ലെറ്റ് മീ സോൾവ് ദിസ്. നമുക്കറിയാം ഇതെങ്ങനെ ആയിരിക്കും, ഐഗൻ വാല്യൂ ഡിറ്റർമിൻ എങ്ങനെ ആയിരിക്കും, -λ -n3 n2 n3 -λ -n1 -n2 n1 and -λ. So this determinant is equal to 0. ഇതാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് ലാംഡയുടെ വാല്യൂസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കൂ, ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ ചെയ്യാം, എങ്ങനെ എഴുതാം. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ എഴുതട്ടെ, ദിസ് ഇംപ്ലൈസ് -λ ഇൻറ്റു λ സ്ക്വയർ പ്ലസ് n1 സ്ക്വയർ അല്ലേ, λ സ്ക്വയർ പ്ലസ് n1 സ്ക്വയർ മൈനസ് ഇൻറ്റു -n3, that is plus n3 into plus let me write it in the next line, plus n3 into n3 minus lambda n3 minus lambda n3 minus n1 n2 അല്ലേ, minus
n1 n2. Finally we have plus n2 times n1 n3 minus lambda n2 okay. So we can expand it. We can expand this minus lambda cube minus n1 square lambda minus n1 square lambda minus n3 square lambda minus n3 square lambda പിന്നെ minus n1 n2 n3 minus n1 n2 n3 പിന്നെ plus n1 n2 n3 minus n2 square lambda അല്ലേ lambda n2 square okay. So ഇത് നമുക്ക് എന്ത് ക്യാൻസൽ ചെയ്യാം? This can be cancelled here. n1 n2 n3 ഉണ്ട് plus n1 n2 n3 ഉണ്ട് minus n1 n2 n3 ഉണ്ട്. So they can be cancelled. ബാക്കി എന്താ വരുന്നത്? let me write it in the next slide. Next way minus lambda cube. So we have minus lambda cube minus ഇവിടെ നോക്കൂ n1 square lambda ഉണ്ട് n2 square lambda ഉണ്ട് n3 square lambda ഉണ്ട് എല്ലാം മൈനസ് ആണ്. So we can write minus n1 square plus n2 square plus n3 square into lambda. This is equal to 0. ഇത് 0 ആണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാം? ഈ മൈനസ് ലാംഡ ഇത് എന്താക്കാം? രണ്ടിനെയും പ്ലസ് ആക്കാം അല്ലേ? സോ ലാംഡ പ്ലസ് n1 square plus n2 square plus n3 square lambda. Now ഇവിടെ നോക്കൂ, ക്വസ്റ്റ്യനിൽ നോക്കൂ, n1 n2 n3 ആർ ദ കമ്പോണൻസ് ഓഫ് എ യൂണിറ്റ് വെക്റ്റർ. ഒരു കമ്പോണൻറ്റ് എന്തിൻ്റെ യൂണിറ്റ് വെക്റ്റർ ആണ് അല്ലേ? n1 n2 എന്തിനാണ്? ഒരു യൂണിറ്റ് വെക്റ്ററിൻ്റെ കമ്പോണൻസ് ആണ്. ഒരു യൂണിറ്റ് വെക്റ്ററിൻ്റെ കമ്പോണൻസ് ആണെങ്കിൽ ആ യൂണിറ്റ് വെക്റ്റർ നമുക്ക് എങ്ങനെ എഴുതാം? വി ക്യാൻ റൈറ്റ് n1 i hat പ്ലസ് n2 j hat പ്ലസ് n3 k hat. പക്ഷേ ആ യൂണിറ്റ് വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? നമുക്കിതിനെ n hat എന്ന് വിളിക്കാം. ഓക്കെ, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? റൂട്ട് ഓഫ് n1 സ്ക്വയർ പ്ലസ് n2 സ്ക്വയർ പ്ലസ് n3 സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. സോ അതോടെ യൂസ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ദിസ് ഈസ് ഈക്വൽ ടു 1. സോ ദെർഫോർ വി ക്യാൻ റൈറ്റ് ലാംഡ ക്യൂബ് പ്ലസ് ലാംഡ ഇസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് ലാംഡ ഇൻറ്റു lambda square plus 1 is equal to 0, or lambda equal to 0, or lambda square plus 1 equal to 0. Lambda square plus 1 equal to 0 നമുക്ക് എന്ത് കിട്ടും? Lambda square is equal to minus 1. That implies lambda is equal to plus or minus I. So അപ്പോൾ സൊല്യൂഷൻസ് ഏതൊക്കെയാണ്? lambda equal to 0 plus I minus I. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? Yes, the first option is correct. Okay. Okay, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. കൺസിഡർ ദ മാട്രിക്സ് m is equal to 0 2i 3i minus 2i 0 6i minus 3i minus 6i 0. The eigenvalues of m are. ഈ മാട്രിക്സിൻ്റെ ഐഗൻ വാല്യൂസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. നോക്കൂ, ഇത് വളരെ സിമ്പിളാണ്. നോക്കൂ, ഈ മാട്രിക്സ് കാണുമ്പോൾ തന്നെ നമുക്ക് അതിനൊരു ക്വസ്റ്റ്യൻ വരാം. നോക്കൂ, ഇവിടെ 2i ഉണ്ട്, ഇവിടെ 2i ഉണ്ട്, ഇവിടെ മൈനസ് 2i ഉണ്ട്, ഇവിടെ 3i ഉണ്ട്, ഇവിടെ മൈനസ് 3i ഉണ്ട്, ഇവിടെ 6i ഉണ്ട്, ഇവിടെ മൈനസ് 6i ഉണ്ട്. ഓക്കെ, വാട്ട് ഡസ് ദിസ് മീൻ? This means these two matrices might be Hermitian. നമുക്ക് ഹെർമീഷ്യൻ ആണോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നോക്കാം നമുക്കിത് ഹെർമീഷ്യൻ ആണോ എന്ന് നോക്കൂ. യെസ്, ദിസ് ഈസ് ഹെർമീഷ്യൻ ഇൻഡീഡ്. അത് നമ്മൾ ട്രാൻസ്പോസ് എടുത്താൽ ഡയഗ്രം എടുത്താൽ നമുക്ക് സെയിം മാട്രിക്സിനെ കിട്ടുക. 0 2i 3i minus 2i 0 6i, then we have minus 3i minus 6i 0. So this is Hermitian. നമുക്ക് Hermitian matrixന്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. എന്താണ്? their eigenvalues are all real. Okay, Hermitian matrices eigenvalues of a Hermitian matrix are all real. Are all reals. So therefore we can say that നമുക്ക് ഈ ഒരു ഓപ്ഷൻ അവിടെ തന്നെ കളയാം. ഓപ്ഷൻ സി നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ തന്നെ ക്രോസ് ചെയ്യാം. പിന്നെ ബാക്കിയുള്ളത് ഈ ഓപ്ഷൻസ് ആണ്. ഇനി മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചാൽ എനിക്ക് ആൻസർ വളരെ കിട്ടും. നോക്കൂ, ഇതിൻ്റെ ട്രേസ് 0 ആണ് അല്ലേ? ട്രേസ് 0 + 0 + 0 ആണ്. സോ നോക്കൂ, ട്രേസ് ആണ് സം ഓഫ് ഐഗൻ വാല്യൂസ് ആണ്. സോ λ1 + λ2 + λ3 മസ്റ്റ് ബി ഈക്വൽ ടു 0. ഇവിടെ സം ഓഫ് ഐഗൻ വാല്യൂസ് 0 എന്ന് വേറെ ഏതാണുള്ളത്? നോക്കൂ, ഇവിടെ 5 7 ഇതുണ്ട്. ഓപ്ഷൻ എയും ബിയും ശരിയാണ്, പക്ഷേ സി തെറ്റാണ്. അപ്പോൾ നമുക്ക് ഡി തെറ്റാണ്. ഡിയും സിയും നമ്മൾ അവിടെ തന്നെ കളഞ്ഞു. ഇനി നമ്മുടെ കളി എ ആണോ ബി ആണോ എന്നുള്ളതാണ്. ഓക്കെ, എ ആണോ ബി ആണോ എന്നുള്ളതാണ്. അവിടെ നമ്മൾ എടുക്കേണ്ടത് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ്. നോക്കൂ, ഡിറ്റർമിനൻ്റ് ആണെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് ഐഗൻ വാല്യൂസ് ആണ് അല്ലേ? പ്രോഡക്റ്റ് ഓഫ്
eigenvalues. ഇവിടെ ഈ മെട്രിക്സിൻ്റെ ഇതെന്താണ് ഡിറ്റർമിനൻ്റ് എന്താണ് ഡിറ്റർമിനൻ്റ് ഓഫ് എം ഈസ് ഈക്വൽ ടു 0. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദെർഫോർ വി ക്യാൻ സേ ദാറ്റ് λ1 × λ2 × λ3 മസ്റ്റ് ബി ഈക്വൽ ടു 0. ഇത് 0 ആണെങ്കിൽ ഇത് λ1 λ2 λ3 ഏതെങ്കിലും ഒന്ന് 0 ആയിരിക്കണം. പക്ഷേ ഇവിടെ ഓപ്ഷൻ എയിൽ നോക്കൂ, എല്ലാം നോൺ സീറോസ് ആണ്. സോ ഓൺലി ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഈ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് കുറച്ച് ലെങ്തി ആയി പോയി. നമുക്ക് ഏതായാലും ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇൻ ദി നെക്സ്റ്റ് ക്ലാസ് വി വിൽ ഡിസ്കസ് ഐഗൻ വെക്ടേഴ്സ്. ഓക്കെ, ഐഗൻ വെക്ടേഴ്സ് എങ്ങനെയാണ് ഒരു മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യുക. സോ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ആൻഡ് താങ്ക് യു.